സൗദി അറേബ്യയിലെ യാംബുവിൽ ഇത് പൂക്കാലമാണ്. മരുഭൂമിയിലെ വസന്തം. പൂക്കളും പൂച്ചെടികളും പൂമ്പാറ്റകളുമൊക്കെയായി ഒരു മനോഹരമായ താഴ്വാരം പോലെയാണ് ഇപ്പോൾ യാംബു. പ്രകാശോത്സവത്തിന് ശേഷം പുഷ്പോത്സവം. സൗദിയിലെ യാംബു ഇപ്പോൾ വേറെ ലെവലാണ്. കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം പൂക്കളും പൂമ്പാറ്റകളും കണ്ട് കറങ്ങി നടക്കാം. കൊടും ചൂടിന് മുൻപുള്ള സുഖകരമായ കാലാവസ്ഥയും പൂക്കളുടെ കാഴ്ചകളും സുഗന്ധവുമൊക്കെയായി യാംബുവിന് ഇപ്പോൾ മത്തുപിടിപ്പിക്കും സൗന്ദര്യമാണ്. കോവിഡ് കാലത്തിന് ശേഷം ആദ്യമായാണ് യാംബുവിൽ ഇങ്ങനെയൊരു പൂക്കാലം ഒരുങ്ങുന്നത്. പുഷ്പോത്സവം കാണാൻ ഇതുവരെ എത്തിയത് 10,000-കണക്കിന് പേർ. ഒഴിവു ദിവസങ്ങളിലാണ് കൂടുതലായി സന്ദർശകർ എത്തുന്നത്. സൗദിയുടെ എല്ലാ ഭാഗത്തു നിന്നും പുഷ്പോത്സവത്തിന് സന്ദർശകർ എത്തുന്നുണ്ട്. നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗിന്നസ് റെക്കോർഡിലൊക്കെ ഉള്ളതാണ്. നല്ല ഒരുപാട് കാഴ്ചക്കാർ വരുന്നുണ്ട്. മലയാളി വിദേശികളും സ്വദേശികളുമായിട്ട് കണ്ടമാനം ആളുകൾ കാണാൻ വരുന്നുണ്ട്. വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല അഭിപ്രായമാണ്. ഞാൻ ജിദ്ദയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഫ്ലവർ ഷോ കാണുന്നതിന് വേണ്ടിയിട്ട് കാണാനായിട്ട് വന്നത് തന്നെയാണ്. അപ്പോൾ സൗദിയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ, വിദേശികളായ സ്വദേശികളും വിദേശികളുമായ ആളുകൾ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. മലയാളി സമൂഹം വളരെ അധികം തന്നെ നമ്മുടെ ഇവിടെ വന്ന സമയത്ത് കാണാനുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. വളരെ നന്നായിട്ട് ഒരു പരവതാനി വിളിച്ചപ്പോൾ തന്നെ വളരെ നന്നായിട്ട് ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. യാംബു ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ സെലിബ്രേഷൻ പാർക്കിലാണ് പുഷ്പമേള. 3 ആഴ്ച പിന്നിട്ടിട്ടും തിരക്ക് കുറയാത്തതിനാൽ ഈ മാസം മുഴുവനും മേള തുടരാനാണ് തീരുമാനം. സ്വദേശിയും വിദേശിയുമായ പൂക്കളും പൂച്ചെടികളുമാണ് പ്രധാന ആകർഷണം. സൗദി വിഷൻ 2030യുടെ ഭാഗമായാണ് ഫെസ്റ്റിവൽ. ഊർജ്ജസ്വലരായ സമൂഹത്തിന്റെ താൽപ്പര്യങ്ങൾ നിറവേറ്റും വിധത്തിലാണ് ഫെസ്റ്റിവലിന്റെ രൂപകൽപ്പന. മേഖലയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും ഫെസ്റ്റിവൽ സഹായകമാണ്. സൗദി അറേബ്യയിൽ നിന്നുമുള്ള യുവ കർഷകർ ഒരുക്കിയ വർണ്ണാഭമായ കാഴ്ചകൾ ഏറെ ആകർഷകം. പകലും രാത്രിയുമായി പൂക്കളും വെളിച്ചോത്സവവുമായാണ് ആഘോഷം. വളരെ നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഫ്ലവർ ഫെസ്റ്റിവലിനായിട്ട്. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതിവിടെ യാംബുവിൽ വരുന്നത്. ഞങ്ങളിവിടെ വർക്ക് ചെയ്യുകയാണ്. ശരിക്കും ഞങ്ങൾക്കൊരു സ്ട്രെസ് റിലീഫാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. നല്ല ഫുഡ് കോർട്ട്സും എല്ലാം ഉണ്ട് ഇവിടെ. ഇവന്റ് മാനേജ്മെന്റിന്റെ വിവിധ തലങ്ങളിൽ പരിശീലനം നേടിയ സ്വദേശികളായ 2000-ലധികം പേരാണ് സന്ദർശകർക്ക് സൗകര്യമൊരുക്കുന്നത്. ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഇൻസ്റ്റലേഷനാണ് മറ്റൊരാകർഷണം. ബഹിരാകാശ പേടകത്തിന്റെ മോഡലുകൾ അടക്കം ഇവയിലുണ്ട്. അറിവും ആവേശവും പകരുന്ന ഇത്തരം കാഴ്ചകൾക്ക് ഗിന്നസ് ബുക്ക് റെക്കോർഡ് വരെ ലഭിച്ചു. ഓയിൽ ബാരലുകൾ, ഉപയോഗശൂന്യമായ വീട്ടുപകരണങ്ങൾ, കമ്പ്യൂട്ടർ പാർട്സുകൾ തുടങ്ങിയവയൊക്കെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റലേഷന് ഉപയോഗിച്ചിട്ടുണ്ട്. സൗദിയിലെ പ്രധാന കെട്ടിടങ്ങളായ കിങ്ഡം ടവർ, ഫൈസലിയ ടവർ എന്നിവയുടെ മാതൃകകളും ഇവിടെ കാണാം. സൗരയൂഥത്തിൻ്റെ വർക്കിംഗ് മോഡലുണ്ട്. അതോടൊപ്പം തന്നെ ബഹിരാകാശ പേടകത്തിൻ്റെ ഒരു മാതൃക, അത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മാതൃക, അത് നമ്മുടെ സ്ക്രാപ്പിൽ നിന്ന് ഉണ്ടാക്കി എന്നുള്ളത് അതുകൊണ്ടാണ് അതിനെ ഒരു ഗിന്നസ് റെക്കോർഡ് വരെ ലഭിച്ചിട്ടുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ഉപയോഗിച്ച ഓയിൽ ബാരലുകൾ, അതോടൊപ്പം തന്നെ വീട്ട് ഉപകരണങ്ങൾ, കമ്പ്യൂട്ടറിൻ്റെയൊക്കെ പാർട്സുകൾ, ഇത്തരത്തിലുള്ള ഉപയോഗിച്ച് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. പുഷ്പമേളയോട് ചേർന്നുള്ള ലൈറ്റ് ഷോയാണ് മറ്റൊരു ആവേശ കാഴ്ച. വാരാന്ത്യങ്ങളിൽ വെടിക്കെട്ട്, കരിമരുന്ന് പ്രയോഗങ്ങളുമുണ്ട്. കുട്ടികൾക്കുള്ള കളിയിടങ്ങൾ വേറെ. മലയാളി സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും ഒത്തുകൂടലിന്റെ വേദി കൂടിയാണ് ഇപ്പോൾ യാംബു. ഞങ്ങളിവിടെ യാംബുവിൽ തന്നെ സ്ഥിരതാമസക്കാരാണ്. കോവിഡിന് ശേഷം വളരെ നല്ല രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് ഈ യാംബുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ലൈറ്റ് ഷോ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസമായി. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പം അതിനുശേഷം ഇപ്പം ഫ്ലവർ ഷോ തുടങ്ങി. നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു റിലാക്സേഷനാണിത്. ഇപ്പം ഞങ്ങളൊക്കെ കുടുംബമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞങ്ങൾ ഇവിടെ ഒന്ന് വന്നിട്ട് പോകും. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. വിശാലമായ പാർക്കിംഗ്, രുചി വൈവിധ്യങ്ങളുമായി ഫുഡ് കോർട്ടുകൾ, വിനോദത്തിനും മത്സരത്തിനും സമ്മാനങ്ങൾ നേടാനും അവസരം. പ്രവാസത്തിന്റെ വിരസതകളിൽ ഇതുപോലുള്ള ആഘോഷങ്ങളും കാഴ്ചകളും പുതിയ ഊർജം പകരും.
അതുകൊണ്ട് തന്നെ പല തവണ ഈ ഉത്സവം കാണാൻ യാമ്പുവിലെത്തുന്നവർ നിരവധിയാണ്. ഏപ്രിൽ വരെ ആഘോഷങ്ങളും കാഴ്ചകളും സന്ദർശകരെ യാമ്പുവിലേക്ക് വരവേൽക്കും.